കർത്താവേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാക്കി തരണം. മീനെ അയല ചൂര മത്തി കരിമീൻ 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 മീനെ 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 ആവശ്യങ്ങൾ അയല 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 മീനെ മീനെ അയല മത്തി ചൂര കരിമീൻ കരിമീനെ കരിമീൻ എന്താ മീൻ കരിമീൻ 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 ആ സാറിനാണോ ഈ ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടാണ്. അല്ല നമ്മളിവിടെ സ്ഥിരം ഒരു മീൻകാരൻ ഉണ്ടായിരുന്നു. അത് നമ്മുടെ അളിയനാ. ഓ അളിയനാണല്ലേ? ആ ഇത് ശരി. അളിയൻ ഗൾഫിൽ പോയി. ഓ അപ്പൊ ഞാൻ എന്തുണ്ട് മീൻ കരിമീൻ അയലയുണ്ട് ചൂരയുണ്ട് മത്തിയുണ്ട് നല്ല പിടയ്ക്കുന്ന കരിമീനുണ്ട്. ഈ പിടയ്ക്കണ കാര്യമൊന്നും പറയണ്ട. ഇതൊക്കെ നിങ്ങളെ സ്ഥിരം പല്ലവി ഒറിജിനൽ കരിമീൻ ഒറിജിനൽ കരിമീൻ ഇരിക്കുന്നുണ്ടോ അടിപൊളി കരിമീനാണ്. സാധനം കൊള്ളാം. എങ്ങനെ വില? വില വളരെ കുറവാണ്. ഇനിയിപ്പോൾ 6 കരിമീനുണ്ട്. 600 രൂപയ്ക്ക് സാറിന് തരാം. 6 കരിമീൻ്റെ 600 രൂപ? അല്ല സാർ അതോ അവിടുത്തെ വീട്ടിലെ 6 കരിമീൻ 1200 രൂപയ്ക്ക് അവിടുത്തെ. അയ്യോ ആ സാർ നമ്മളെ അളിയൻ്റെ സ്ഥിരം കസ്റ്റമറായണ്ടാ ഞാൻ പറഞ്ഞത് 600 രൂപയ്ക്ക് തരാമെന്ന്. ദാമോദര എന്നാൽ അത് വില കൂടുതലാണ്. 6 കരിമീനിന് 600 രൂപ ഒരിടത്തും ഇല്ല. എൻ്റെ ഒരു സാറേ കരിമീനിന് ഭയങ്കര വിലയാണ്. ദാമോദര കച്ചവടം തുറവ് ഒരു വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. ഇനി മാത്രമല്ല ദാമോദര ഈ 6 മീനും ചുമന്നുകൊണ്ട് ഇങ്ങനെ വില നടന്ന ഭാരം എന്തിനാണ് ചുമക്കണത്? എൻ്റെ പൊന്ന് സാറേ എനിക്ക് ഇത് കഴിഞ്ഞാൽ ചുമട്ടാണ്ട് പണി. അതുകൊണ്ട് ഭാരം ചുമക്കുന്നത് വലിയ പ്രശ്നമില്ല. സാറൊന്ന് കൊതി ഇറക്കി വെള്ളം ഇറക്കാതെ മേടിക്കുന്നെങ്കിൽ പറ്റും. ഒരു കാര്യം ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല 500 രൂപയ്ക്ക് തരാം. 500 450 പോരെ? അയ്യോ സാറേ 500 രൂപയ്ക്ക് സാറിന് ഭയങ്കര ലാഭം. ഇത് എന്താ ലാഭം? 500 രൂപയ്ക്ക് സാറ് ഞാൻ 6 കരിമീൻ അങ്ങോട്ട് തരുന്നത്. ഒരു കരിമീൻ ഫ്രീ. അതെ ആ ഫ്രീ അത് പറഞ്ഞില്ലല്ലോ. എന്നൊരു കാര്യം ചെയ്യും ഇത് വെച്ചോ. അതെ ഈ പൈസക്ക് ഒരു പ്രത്യേക വിലയുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ട്. പോക്കറ്റ് ഇടാത്ത എന്തെങ്കിലും തന്നെ നോക്കട്ടെ. സാധനം ഫ്രഷല്ലേ? നോക്കാല്ല ഫ്രഷ് പിടയ്ക്കുന്നുണ്ടായിരുന്നു. അല്ല വേറൊരു കാര്യം ഇത് എൻ്റെ വീട്ടിലൊന്ന് കൊടുത്തേക്കണം. വീടിപ്പോ സാറിന്റെ വീട് എനിക്ക് അറിയാവുന്നില്ല. അതാണ്ട് ഇതുവഴി ഇറങ്ങി പോയാൽ നേരെ എന്റെ വീടാ. ഞാനേ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയ വഴി ഇനി തിരിച്ച് വീട്ടിൽ കയറുന്ന മോശം. ഞാൻ കൊടുത്തേക്കാം. അപ്പൊ ഇവിടുന്ന് നേരെ അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോ അവിടെ ഓടിട്ട 2 വീടുണ്ട്. ഓടിട്ട 2 വീടുണ്ട്. പക്ഷേ ദാമോദരന് 2 വീട് ഒരുപോലെ തോന്നും. അല്ല എനിക്ക് മനസ്സിലായില്ല സാറേ ഒന്നുകൂടെ പറഞ്ഞാൽ. ദാമോദരൻ ഇതുവഴി അങ്ങോട്ട് ഇറങ്ങുമ്പോ അവിടെ ഓടിട്ട ഒരു വീട് കാണാം. പക്ഷെ അത് 2 വീടാണ്. 2 വീടാണ്. ദാമോദരൻ ഒന്നായിട്ടേ തോന്നും. എനിക്കത് ഒന്നായിട്ടേ തോന്നും. അതിൽ 2ാമത്തെ വീടാണ് എന്റെ വീട്. 2ാമത്തെ വീടാണ് സാറിന്റെ. അവിടെയാണ് ഇത് കൊടുക്കേണ്ടത്. ദാമോദരൻ അവിടെ നിന്ന് വിളിക്കുമ്പോ എന്റെ ഭാര്യ വന്നത് മേടിച്ചു. കൊടുത്തോളാം. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാൻ ഞാൻ വരൂന്നൊന്ന് പറഞ്ഞേക്കണം. അത് പറഞ്ഞേക്കാം. അപ്പൊ സാറേ ശരിയല്ല അങ്ങോട്ട് ഇറങ്ങുമ്പോ 2 വീട് ഓടിട്ട വീട് ഞാൻ നോക്കുമ്പോ ഒന്നായിട്ട് തോന്നും. അതിൽ 2ാമത്തെ വീട്ടിൽ കൊടുക്കും. എനിക്കാകെ നല്ല മീനുള്ളപ്പോ വരണം കേട്ടോ. അങ്ങോട്ട് നമ്മളെ തന്നെ മേടിക്കണം. മേടിക്കരുത് അവിടെ വിളിച്ചോണേ. ഓ വിളിക്കാം. വണ്ടി കിട്ടുന്നല്ല. അമ്മേ ഇത്തിരി ഉള്ളി പൊളിച്ചു തന്നെ. എന്താ നിനക്ക് വയ്യേ? നിനക്ക് കാണാൻ വയ്യ ഞാൻ ഇവിടെ ജോലി കണ്ടിരിക്കുന്നത്. എന്റെ അമ്മ ഞാനും ഒരു ജോലി ചെയ്യുമല്ലേ. അതും കൂടെ അങ്ങോട്ട് പൊളിച്ചിട്. എന്താ അമ്മ ഇങ്ങനെ പറയണേ? പിന്നെ എങ്ങനെ പറയണം? പിന്നൊരു കാര്യം ദേ ഇന്നലത്തതുപോലെ കറിയിലുള്ള ഉപ്പെല്ലാം കൂടെ ഇന്നും എടുത്ത് കമത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ മണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ പറയണേ? പിന്നെ എങ്ങനെ പറയണം? ഇന്നലെ ഉപ്പൊന്നും കൂടുതൽ ഉണ്ടായിരുന്നില്ല. അമ്മ ആ കറി മുഴുവൻ കഴിച്ചല്ലോ. അയ്യേ ഞാൻ പിന്നെ ആരെ കഴിക്കാതിരിക്കാൻ പറ്റുമോ? നീയൊക്കെ തരുന്നതല്ലേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. നല്ല കാര്യമായി പോയി. എന്തിനാ അമ്മ ദേ ഉപ്പിലൊരു ഇച്ചിരി ഉപ്പ് കൊടുക്കാണായിരിക്കും അല്ലേ? അത്രേ ഉണ്ടാവുള്ളൂ. എന്നാ അത്ര തന്നെ. എന്തായാലും കഴിച്ചല്ലോ ഞാൻ. ഏതായാലും ഈ കറിയിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് മറന്നുപോയിട്ട് അമ്മ ഒന്ന് ഉപ്പിടാതിരുന്നാ മതി. ഞാനൊന്നും അങ്ങനെ മറക്കത്തൊന്നുമില്ല. എനിക്ക് നല്ല ഓർമ്മശക്തി ഉള്ളതാ. ഓടിട്ട വീട് 2 വീടാണ്. എനിക്കൊന്നായിട്ടേ തോന്നുള്ളൂ. എന്തായാലും പൈസ കിട്ടി. ഇനിയിപ്പോൾ 1 2 ചേച്ചിയായി പോയി. ഈ സമയത്ത് ആരായിരിക്കും? എന്തായാലും നീ ഒന്ന് പോയി നോക്ക്. അമ്മ ഇതൊന്ന് ഒടിച്ചു വെക്കണേ. തോന്നു കണക്കുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കറിക്കരിയുന്നതിന്റെ ഒരു ചന്തം. എന്താ
മീനാ? മീനൊന്നും വേണ്ട. അയ്യോ, ഇവിടുത്തെ സാറിന് ഇവിടെ തരാൻ പറഞ്ഞു. ആ കരിമീനാ? ആ, നല്ല മുഴുത്ത കരിമീനാ. ഇതിനൊക്കെ ഭയങ്കര വില കൊണ്ടോ. ഇവിടെ വേണ്ട. പൈസ ഒന്നും ചേച്ചി തരണ്ട, അതൊക്കെ സാറ് തന്നു കഴിഞ്ഞു. പിന്നെ പ്രത്യേകം പറയാൻ പറഞ്ഞു, സാർ ഉച്ചയ്ക്ക് ഉണ്ണാൻ കാണും, നല്ലത് കണക്ക് കറി വെച്ച് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. എനിക്ക് പിന്നെ അറിഞ്ഞു, സാറ് പ്രത്യേകം പറഞ്ഞതാ ചേച്ചി അത് കറി വെച്ച് വയ്ക്കാൻ. ഇതൊക്കെ വല്ലപ്പോഴേ കിട്ടും ചേച്ചി, കൊണ്ടുപോയി പോയി. അല്ല പിന്നെ അമ്മേ, കരിമീൻ. ഇതെവിടെന്ന് ഏട്ടൻ വാങ്ങിയത്. അവനെവിടെ? ഏട്ടനല്ല, മീൻകാരൻ കൊണ്ട് തന്നു. ഉച്ചയാകുമ്പോഴത്തേക്ക് ഉണ്ണാൻ വരും, അപ്പോഴേക്ക് റെഡിയാക്കാൻ പറഞ്ഞേക്കുവാ. ആരെടുത്ത്? എന്നോട്. ആര് പറഞ്ഞ്? എടി ഒന്ന് മനസ്സിലാക്കിയതാ. കരിമീൻ എന്റെ പൊന്നമ്മേ, അമ്മയുടെ മോനുണ്ടല്ലോ എന്റെ ഭർത്താവ്, മനസ്സിലായി. അങ്ങേര് മേടിച്ച കരിമീൻ മീൻകാരന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് പറഞ്ഞു ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും, അപ്പോഴേക്ക് റെഡിയാക്കണോന്ന്. ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? മാറങ്ങോട് സമയം ഇല്ലാത്തപ്പോ. അല്ല, നീ അത് വെള്ളത്തിലോട്ട് തട്ടിയിട്ടാണ് ഞാൻ കണ്ടിച്ച് കൈ എടുക്കാം. ആര്? ഞാൻ. എന്ത്? അമ്മയ്ക്ക് അതിനൊക്കെ പറ്റുമോ? പിന്നെ എടി, നിന്റെ കെട്ടിയവനെ പോലെ ആണ്ടിലും സംക്രാന്തിക്കും അല്ല ഞാൻ ഈ കരിമീൻ കണ്ടിട്ടുള്ളത്. എന്റെ ഹവീൽദാരുണ്ടായിരുന്നപ്പോ എന്നും ഈ വീട്ടിൽ കരിമീൻ തന്നെ ആയിരുന്നു. പച്ചക്കുരുമുളക് അരച്ച് പച്ചമുളകും കീറിയിട്ട് വറ്റിച്ച് വയ്ക്കുന്ന ആ കരിമീൻ തിന്നുന്നത് കാണാൻ ഒരു കല തന്നെയായിരുന്നു. ഇങ്ങനെ നോക്കി നിന്ന് പോകും. അമ്മേ, അമ്മ ഇത് എന്നും പറയുന്നതല്ലേ? ആ, തന്നെടി പറയും, എന്നും പറയും. എന്റെ ഹവീൽദാരെ കുറിച്ച് ഞാൻ എന്നും പറയും. അല്ല, ഈ കരിമീന്റെ കാര്യം വല്ലതും നടക്കുവോ? നീ ഇങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ കറി വെച്ചോളാം. മാറിയിരിക്കും. ഇങ്ങോട്ട് എടുത്തേ. വിരലൊന്നും മുറിച്ചാലിടരുത്. അറിഞ്ഞല്ലേ അമ്മേ? നീ അതങ്ങോട്ട് ആ ഉള്ളിയും പച്ചമുളകൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെക്കും. ഇനിയിപ്പം മെഴുക്കുരട്ടി വേണമെന്നില്ല നീ. ഇത് ഒടിച്ചതല്ലേ? എന്നാ പിന്നെ അത് കൂടെ ഇരിക്കട്ടെ. അമ്മേ, രാവിലെ എന്നോടൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അമ്മേ. അവൻ എന്റെ മോനാടി.